റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം വെള്ളനാട്ട് ഒരു ദളിത് യുവതിയോട് മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ ക്രൂരത. PMAY പദ്ധതി പ്രകാരം കിട്ടിയ 4 ലക്ഷം രൂപയിലധികം ഊറിയാക്കോട് സ്വദേശിയായ മുൻ കോൺഗ്രസ് പ്രാദേശിക നേതാവായ സത്യനേശൻ തട്ടിയെടുത്തു എന്നാണ് പരാതി. 2022-23 സാമ്പത്തിക വർഷത്തിൽ പണം കിട്ടിയ പ്രശാന്തി ഒറ്റമുറിയിലാണ് ഇപ്പോൾ 3 മക്കളോടൊപ്പം താമസം. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പ്രശാന്തി റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംഭവം എനിക്ക് ഗവൺമെന്റിൽ നിന്ന് IAYM പദ്ധതി പ്രധാനമന്ത്രിയുടെ ഒരു വീട് ഭവന പദ്ധതി കിട്ടി. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ നിന്നപ്പോൾ ഉറിയാക്കോട് മുൻ മെമ്പറായിരുന്ന സത്യനേശൻ പറഞ്ഞു, നിനക്ക് വീട് കിട്ടിയെന്ന് വെച്ച് അയാൾ പണി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 4 ലക്ഷം ഉള്ളതെന്ന് വെച്ചാൽ അത് മതിയെന്നും പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ തന്നെ പേസ്മെൻറ്റിന് വാനമൊക്കെ വെട്ടി JCB ഇറക്കി ഫില്ലർ വാർക്കാൻ കണക്കായി കുഴി എടുത്തിട്ടിരുന്നു. അപ്പോൾ അയാൾ വന്ന് കണ്ടിട്ട് ഇത്രയും നീ എന്തൊരു ഫ്ലാറ്റ് പണിയാൻ പോകണമെന്ന് വെച്ചിട്ട് 3 കുഴി അങ്ങ് മൂടി, ഫുള്ളങ്ങ് മൂടിയിട്ട് ബാക്കി കുഴിയിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് അതിലാണ് ഫില്ലർ പോലെ വാർത്തത്. അപ്പം ബെൽറ്റ് വാർക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞാൽ ബെൽറ്റ് പൊക്കമില്ല, പേസ്മെൻറ്റ് പൊക്കമില്ല, വെള്ളം ഇറങ്ങും, റോഡിൽ നിന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങും, ആ വസ്തുവിൽ നിന്ന് ഇറങ്ങണം വെള്ളം ഇറങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കെട്ടാൻ നേരത്ത് നിനക്ക് 2 പേര് കട്ട വെച്ച് കോൺക്രീറ്റ് ചെയ്ത് തരുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. എന്നിട്ട് കെട്ട് തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാം. അപ്പോൾ പറഞ്ഞു അത് സാരമില്ല, നിനക്ക് കയറി കിടന്നാൽ പോരെ, നിനക്ക് നിൻ്റെ 3 മക്കൾക്കും എന്ന് പറഞ്ഞു. പിന്നും ഓരോ തട്ടും പൈസ വരും തോറും എടുത്തു കൊടുത്തു. അങ്ങനെ 1 ലക്ഷം വന്നപ്പോഴത്തേക്ക് ഇതിനിടയിൽ ആദ്യം സാധനം ഇറക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോഴില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊച്ചിൻ്റെ ഉരുപ്പടി ഇടയ്ക്കലിന് പണയം വയ്ക്കാൻ. അങ്ങനെ 80,000 രൂപയ്ക്ക് കാനറ ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ചു. സിൻഡിക്കേറ്റ് ആയിരുന്നു അന്ന് ക്ഷേത്ര നടയിലുള്ള, അവിടെ കൊണ്ടുവന്ന് പണയം വെച്ച് അത് കൊടുത്തു. എന്നിട്ടും പണി തുടങ്ങിയില്ല, കുറച്ച് കമ്പി സിമെൻറ്റ് മാത്രം ഇറക്കി വെച്ചു. വീണ്ടും 48,000 രൂപ ആദ്യം കെടു വന്നു. അപ്പോൾ അതും എടുത്തു കൊടുത്തപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി ശശിയല്ല, പഞ്ചായത്ത് ജോലിയുള്ള ശശിയല്ല ചേച്ചിക്ക് ഒരു റൂം കെട്ടണമെന്ന് ആ ചേച്ചി വന്ന് പറഞ്ഞുകൊണ്ട് 2 പേർ കൂടെ ഒത്തു പണി ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും 1 ലക്ഷം വന്നപ്പോൾ അതും കൂടെ എടുത്ത് കൊടുത്താലേ സാധനം പണി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ 1 ലക്ഷം രൂപ ഞാൻ പറഞ്ഞ് പൈസ വന്നു എണ്ണാന്ന് പറഞ്ഞതുകൊണ്ട് അയാളെ മോൻ്റെ കയ്യിൽ ബാങ്ക് പാസ്ബുക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ ബാങ്കിൽ പോയി 1 ലക്ഷം രൂപ അയാളെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ബാങ്കുകാർ ചോദിച്ചു ഈ സത്യനേശ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു മെമ്പറാണ്, എനിക്ക് വീട് പണി ചെയ്യുക, അയാൾ നിങ്ങളെ പറ്റിക്കും, ഈ ബാങ്കിനെ കബളിപ്പിച്ചിട്ട്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സത്യനേശനാണ് ഈ പണി കാണിച്ചത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ പുറകിൽ കാണുന്ന വീടാണോ 4 ലക്ഷം രൂപയ്ക്ക് സത്യനേശൻ വെച്ചു കൊടുത്ത വീട്? അല്ല അരുൺ, സത്യനേശന്റെ വിശദീകരണം കൂടിയുണ്ട്, അതും കൂടി കേട്ടാൽ നമുക്ക് അതിൽ ക്ലാരിറ്റി വരുമെന്ന് തോന്നുന്നു അരുൺ. കേട്ടിട്ട് വരാം. എന്താണ് സത്യനേശനിൽ പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സത്യനേശൻ പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഹലോ, സത്യനേശനല്ലേ? ഇത് റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ്. എന്റെ പേര് TV പ്രസാദ്. നിങ്ങൾ ഈ വെള്ളനാട്ടിലെ പത്രോസ് മുക്കിലെ ആ പ്രശാന്തിന്റെ വീട് എന്താ പൂർത്തീകരിക്കാതിരുന്ന പൈസ വാങ്ങിയിട്ട്? വീട് വെച്ച് കൊടുത്തില്ലേ? പ്രശാന്തിന്റെ വീട് വെച്ച് കൊടുത്തേ ഇല്ല. പ്രശാന്തിനെ അറിയാമോ? പത്രോസ് മുക്കിലെ അറിയാം. അവർക്ക് വീട് വെച്ച് കൊടുത്തില്ല. അവരെടുക്കുന്ന പൈസ വാങ്ങിയിരുന്നോ? പൈസ വാങ്ങിയെന്നുള്ളതിന്റെ തെളിവുണ്ടെങ്കിലോ? സാധനം എടുക്കാൻ തന്നെ. മറ്റേ വീടിന്റെ പണിക്ക് 1 പൈസയും വാങ്ങിയില്ല. വേറെ വാങ്ങിയില്ലേ? വാങ്ങി, എല്ലാ പൈസയും വാങ്ങി. ഞാൻ ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ടിൽ 1 ലക്ഷം ഇട്ടു. ഇടാൻ ചെന്നപ്പോൾ ഇയാൾ ബാങ്കിനെ കബളിപ്പിച്ചിരുന്നോണ്ട് ഇനി അക്കൗണ്ടിൽ ഇട്ടാൽ തരില്ല എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഇയാൾ പൈസ കയ്യിലെടുത്ത് കൊടുക്കാൻ പറഞ്ഞോണ്ട് എല്ലാ പൈസയും കയ്യിലെടുത്ത് കൊടുത്തു. ഞാൻ മാത്രമല്ല, അടുത്ത വീട്ടിലെ ശശിയല ചേച്ചിക്ക് ഇയാൾ വീട് പണിതത് വാങ്ങിച്ചു. അയാൾ വാങ്ങിച്ചു. അയാളെ മകൻ വന്ന് 50,000 രൂപ വാങ്ങിച്ചോണ്ട് പോയി. കേട്ടല്ലോ അല്ലേ? ഇപ്പോഴോ ഇതാണ് സ്ഥിതി. സത്യനേശൻ ഫോൺ ഡിസ്കണക്റ്റഡ്. അരുൺ, അതാണ് അവസ്ഥ. അരുൺ പറഞ്ഞോളൂ പ്രസാദ്. അതെ അരുണേ, അതാണ് അവസ്ഥ അരുൺ. ഇതാണ്, അവരുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. തെളിവുകളോടെയാണ് സംസാരിക്കുന്നത്. PMAY ഭവന പദ്ധതി പ്രകാരം 2021-22 ഇവർക്ക് കിട്ടിയ പണം, ഇതിൽ 3,99,008 രൂപയുണ്ട്. ഇത് കൂടാതെ 59,000. അതെ, 59,000 രൂപ പ്രമാണം പണയപ്പെടുത്തിയാണ് വാങ്ങിക്കൊടുത്തത്. വലിയ കഷ്ടത്തിലാണ് അരുൺ. ഇവര് മക്കളെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടി ഇപ്പോഴിതായി താമസിക്കുന്ന അരുൺ ചോദിച്ചില്ല ഇതാണോ അത് എന്ന്. ഇതൊരു പഠനമുറിയാണ്. പഠനമുറി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പദ്ധതി പ്രകാരം കിട്ടുന്ന ഈ ഒരു മുറിയിലാണ് 3 മക്കളും ഈ പ്രശാന്തിയും ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ തൊഴിലുറപ്പ് പണി മാത്രമേ ഉള്ളൂ. പിന്നെ കാറ്ററിംഗ് പണിക്കും പോകണം. ഭർത്താവ് സുഖമില്ലാത്ത ആളാണ്, ഫിക്സിന്റെ അസുഖമുണ്ട്. അങ്ങനെ ഫിക്സ് വന്ന് വീണ് 2 കൈ ഒടിഞ്ഞു. നമുക്ക് ഇവരുടെ വീട്ടിലേക്കൊന്ന് പോവാം. ഇത് ഇവരുടെ പഴയ വീടാണ്. ഈ വീട് പൊളിഞ്ഞു വീഴാറായതിനു ശേഷമാണ്. ചേച്ചി ഇങ്ങ് വരൂ, ചേച്ചി വരൂ.
പൊളിഞ്ഞു വീഴാതായതിനു ശേഷം പൊളിഞ്ഞു വീഴാനായതിനു ശേഷമാണ് ഇങ്ങനൊരു പദ്ധതിക്ക് വേണ്ടി അപേക്ഷിച്ചത്. ഇതിനുള്ളിൽ, അതായത് ഏത് നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുള്ള വീട്ടിനുള്ളിലാണ് അവരിപ്പോൾ കഴിയുന്നത്. ഇതാണ് അതിൻ്റെ അടുക്കള. ഇത് ഏത് നിമിഷവും തകർന്നു വീഴും. അതുകൊണ്ടാണ് ഇവരൊരു വീടിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഈ വീട് തന്നെ പൂർത്തിയായിട്ടില്ല, നമുക്ക് കാണാം. ഇവിടെയാണ് സത്യനേശൻ പണം വാങ്ങി ഇവരെ പറ്റിച്ചത്. വിനയൻ ഇങ്ങോട്ടേക്ക്. ഇതാണ് അരുൺ ആ വീട്. ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അങ്ങും ഇങ്ങും വെള്ളം വന്ന് കുത്തിയിറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ തറ കണ്ടല്ലോ അല്ലേ? തറ എന്ന് പറഞ്ഞാൽ ഭൂമി നിരപ്പ് തന്നെയാണ്. ഇത് ഉയർത്തിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞ സമയത്ത് പിന്നീട് അത് പൂശുന്ന സമയത്ത് റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. ഇതുവഴി വെള്ളം വന്നാൽ പൂർണ്ണമായി ഇതിലേക്ക് മറിയും. ഇതിൻ്റെ പ്രശ്നം അതല്ല അരുൺ, ഈ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബീം കൊടുക്കണമായിരുന്നു. ഇത്രയും വലിയ വലിപ്പത്തിൽ വരുമ്പോൾ ഒരു ബീം കൊടുക്കണമായിരുന്നു. അത് കൊടുത്തില്ല. ഇതിപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. അതായത് ബ്ലോക്കിലെ ഉദ്യോഗസ്ഥർ വന്ന്, ബ്ലോക്കിലെ ഉദ്യോഗസ്ഥരല്ലേ വന്നത്? പരിശോധിച്ചതാരാ? അവർ വന്ന് താമസയോഗ്യമല്ല ഇല്ല എന്ന് പറഞ്ഞ് വിഒ വിളിച്ചു. ശ്രീദേവി മേഡം ആയിരുന്നു അന്ന് വിളിച്ചപ്പോൾ. അപ്പോൾ അവർ പരിശോധനയ്ക്ക് വന്നു. ഇത് താമസയോഗ്യമല്ല എന്ന് പറഞ്ഞു. ഈ വീട് അവർ ഏത് രീതിയിലാക്കി തരുന്ന പറഞ്ഞത്? ഇത് ബാത്റൂം, താമസിക്കാൻ ഭാഗത്തില് ബാത്റൂമും, ഒരു ബാത്റൂം, അടുക്കള, ഒരു റൂം, തറ ഇട്ട് തരാം, അകമെല്ലാം പൂശി തരാന്ന് പറഞ്ഞ് മേളില് കെട്ടും തരാന്ന് പറഞ്ഞു. അതിന്റെ പൈസ വാങ്ങിയിട്ടും എല്ലാം വാങ്ങി. അരുണ, ഇതാണ് അവസ്ഥ. ഇതിലൊന്നും ആയില്ല. അപ്പോൾ ഇവർക്ക് ഇനിയുള്ളൊരു പ്രശ്നം, ഇത് ഏത് നിമിഷവും തകർന്നു വീഴും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഇവിടെ പരിശോധിച്ച എഞ്ചിനീയർമാരും റിപ്പോർട്ട് നൽകിയത്. അന്ന് SC/ST കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് അതിന്റെ സിറ്റിംഗ് വെച്ചിരിക്കുന്നത്? 26-ാം തീയതി വിളിച്ചിരുന്നു. അടുത്ത പഞ്ചായത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അയാളെ വിളിച്ചിട്ട് വീട് ഫുള്ള് പൊളിച്ചിട്ട് ഒന്നിൽ വീട് വെച്ച് തരും, അല്ലെങ്കിൽ വാങ്ങിയ കാശ് കൊടുക്കണമെന്നുള്ള രീതി സംസാരിക്കാൻ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. പാവം മനുഷ്യരാണ് അരുൺ. വിദ്യാഭ്യാസമായി കുറവാണ്, പക്ഷെ എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് ഒരു അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയാണ് ഇവരൊരു പദ്ധതി പ്രകാരം ഈ വീടുണ്ടാക്കിയത്. ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. PMAY പദ്ധതി 2021-22 എന്നൊക്കെ വർഷം. പറ്റിച്ചതാ സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ, വടക്കേമല സുരേഷ്. അയാൾ വന്ന് മോളെ അരുൺ, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോ നമ്മൾ വീട്ടിന്റെ കാര്യത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസമില്ലാത്ത, പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്നതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ സത്യനേശൻ വീട് മാത്രമല്ല, മറ്റൊരു ദുരന്തം കൂടി ഇവർക്ക് സമ്മാനിച്ചിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. എന്താണത്? അത് മോക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി, നഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടി ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണ മിഷനിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഒരാളുണ്ട് പറഞ്ഞു വിടാന്ന് പറഞ്ഞ് അങ്ങനെ നമ്പരും കൊടുത്തു വിട്ടു. സുരേഷ്, വടക്കൈമല സുരേഷ്, അരുവിക്കര. അയാൾ വന്ന് പറഞ്ഞ് അഡ്മിഷൻ വാങ്ങിത്തരാന്ന് പറഞ്ഞ് നഴ്സിംഗിന്, BSc നഴ്സിംഗിന്. എന്നിട്ട് എന്നെ മകളെയും ശശി തരൂർ സാറിന്റെ ഓഫീസിൽ കൊണ്ടുപോയി. ഞങ്ങളെ പുറത്ത് നിർത്തിയിട്ട് അയാൾ അകത്ത് കയറിയിട്ട് ഒരു കത്തുമായിട്ട് വന്നു. മകളുടെ പേരൊക്കെ വെച്ച് ഒരു കത്തുമായിട്ട് വന്നു. എന്നിട്ട് രേഖകളെല്ലാം വാങ്ങിക്കൊണ്ട് പോയി. വിളിക്കുമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം വേറെ ആളെയും വിട്ട് ഇയാൾ വിളിച്ചിട്ട് പൈസ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അയാളും 2 ആട്ടക്കാരും പയ്യന്മാരും വരും. ആ പയ്യന്മാരെ ഇയാൾ പറഞ്ഞ് തെറ്റിച്ചാണ് കൊണ്ടുവന്നത്. അവരും നിരപരാധിയാണ്. അവരും തെറ്റിച്ചാണ് കൊണ്ടുവന്നത്. എന്നിട്ട് വന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ ഈ പൈസയൊക്കെ നിങ്ങൾ കണ്ടെത്തിയത്? അത് ഞാൻ പണയപ്പെടുത്തി ചേച്ചിരിന്ന് വാങ്ങി, വേറെ നമ്മളൊരു ബന്ധുവിന്റെ എന്നൊക്കെ വാങ്ങിയാണ് കൊടുത്തത്. മകളെ പഠിപ്പിക്കാൻ അഡ്മിഷന് വേണ്ടി. 3 മക്കളെ ഞാൻ തൊഴിലുറപ്പ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. വേറെ നിവർത്തിയില്ല. ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ്. എത്ര ലക്ഷം വാങ്ങിച്ചു? അയാൾ 18 ലക്ഷം. ജോലിയും വാങ്ങിത്തരാം, അയാൾ സത്യനേശ് പഠിച്ചുകൊണ്ട് ബാക്കി പണി ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് അയാളാണ് ബാക്കി പൈസ വാങ്ങിച്ചത്. അയാളാണ് ആ ഫ്രണ്ടിൽ ആ പാറക്കല്ലെല്ലാം ഇറക്കിക്കണം, തറയിടാന്നും പറഞ്ഞു. പിന്നെ വാതിലിടാന്നും പറഞ്ഞ ഒരു പ്ലൈവുഡ് കഥ ഇത് വാങ്ങിക്കൊണ്ട് വെച്ചിരിക്കണം. പോലീസ് പരാതി കൊടുത്തു. പല പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ആര്യനാട് സർക്കിളിന്റെ കയ്യിലാണ് ഞാൻ പരാതി കൊണ്ടുകൊടുത്തത്. ഈ 2024 നവംബറിൽ കൊണ്ട് പരാതി കൊടുത്തു. സാറ് വാങ്ങിയിട്ട് ജോയി എന്നൊരു പോലീസിന്റെ കൊടുത്തിട്ട് പറഞ്ഞു ജോയി ഇത് പോയി അന്വേഷിക്കണം, അവരെ വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഈ വീടിന്റെ ഈ ഒരു ഇതറിഞ്ഞിട്ടാണ് വരുമ്പോഴാണ് മറ്റൊരു തരത്തിലും ഇവരെ പറ്റിച്ചതായിട്ട് അറിയുന്നത്. അരുൺ, ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ നാട്ടിലെ ഇതുപോലെ വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള കള്ളന്മാർ ചുറ്റും നിന്ന് ഇവരെ ക്രൂരമായി വേട്ടയാടുന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റാണ്.